ക്ഷേമ പെൻഷൻ വിതരണം കേരളത്തിൽ അവതാളത്തിലായിരിക്കുന്നു. പെരുന്നാളിന് മുൻപായി സംസ്ഥാനത്തെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ എത്തിക്കുമെന്ന UDF സർക്കാരിന്റെ പ്രഖ്യാപനം പാഴായിരിക്കുകയാണ്. സഹകരണ ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ ഫണ്ട് എത്താത്തതിനാലാണ് വിതരണം പ്രതിസന്ധിയിലായത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആദ്യമായാണ് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം മുടങ്ങുന്നത്. ഈ വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ ഇതിനെ ന്യായീകരിക്കാൻ പല വാദങ്ങളുമായിട്ടും വരാം. പക്ഷെ അവിടെ ധവളപത്രം ഇറക്കേണ്ട കാര്യമോ ഖജനാവിൽ പണമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കൃത്യമായ തെളിവുകളോടൊപ്പമാണ് നമ്മൾ ഈ വാർത്ത പങ്കുവയ്ക്കുന്നത്. റിപ്പോർട്ടുകൾ. പെരുന്നാളിന് മുൻപ് എല്ലാവരുടെയും കൈകളിൽ പെൻഷൻ തുക എത്തിക്കുമെന്നായിരുന്നു UDF സർക്കാർ അധികാരത്തിലേറിയപ്പോൾ നൽകിയ വാഗ്ദാനം. എന്നാൽ ഈ പ്രഖ്യാപനങ്ങളെല്ലാം ഇപ്പോൾ പാഴായിരിക്കുകയാണ്. നിലവിൽ പകുതി പേർക്ക് പോലും പെൻഷൻ തുക വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ വാങ്ങുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ പൂർണ്ണമായും പ്രതിസന്ധിയിലായിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആവശ്യമായ പെൻഷൻ ഫണ്ട് സർക്കാർ ഇനിയും പൂർണ്ണമായി കൈമാറിയിട്ടില്ല. ഫണ്ട് എത്താത്തതിനാലാണ് വിതരണം വൈകുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് കേരളത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ഇത്തരത്തിൽ അവതാളത്തിലാകുന്നത്. ഉത്സവകാലമായിട്ടും കൈകളിൽ പണമില്ലാതെ ക്ഷേമ പെൻഷൻ ആശ്രയിച്ച് ജീവിക്കുന്നവർ ദുരിതത്തിലാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.